ഗോപ്രോ എടുത്താ വണ്ടി ഇത് എടുത്തില്ലേ? വണ്ടിയിലാണോ ഇരിക്കണേ? പോടാ. എത്ര 25-30 രൂപ എന്താ ഇല്ലേ? ഹായ് ഗൈസ്, നമ്മളിന്ന് പൊന്മുടിയിലോട്ട് പോവുകയാണ്. പൊന്മുടി രാവിലെ 6 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇരുന്നതായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ കെണ്ട ഉറങ്ങി. നമ്മളെ കൂടെ അഭിനേഷുണ്ട്, ജോഷിയുണ്ട്. നമ്മൾ 4 പേരായിട്ടാണ് ഇന്ന് പോകാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളിനി നേരെ എങ്ങോട്ട്? പൊന്മുടി. അങ്ങനെ നമ്മൾ ഇവിടെ അതൊരു കാട്ടിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. ഇവിടെ ഗോപ്രോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗോപ്രോ ഇന്നവന് കടയിൽ കച്ചവടം പൊടിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മൾ പൊന്മുടി പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവൻ ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു വെള്ളച്ചാട്ടം കണ്ടത്. നമ്മളിവിടെ കയറിയിട്ട് പോകുന്ന കരുതിയിരുന്നു. നടക്കാനുണ്ടോ? ഓക്കെ, അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നാലേ നമുക്കിനി വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ പറ്റൂ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് ഇവിടെയാണ് കുളി. നമുക്ക് പോയിട്ട് വന്നിട്ട് ഇവിടെ കുളിക്കാം. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ മറ്റേ ട്രാവൽ ഗൈഡ് പോലത്തെ ഒരാൾ നിൽപ്പുണ്ട്. ജോഷിയേ, ടെമ്പിൾ റൺ. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റേ അടിക്കായിരുന്നടാ നമുക്കിന്ന്. തന്നെ അക്കാണും മാമലവൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കായൽ കടലും കരയും ആരുടേതുമല്ലൻ മകനെ. ചെറിയൊരു പണി കിട്ടി ഗൈസ്. എൻ്റെ ബാഗ് മറന്നുപോയി. ഞാനാണെങ്കിൽ ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് മറന്നിങ്ങ് വന്ന്. ആ ബാഗിനകത്താണ് മൈക്ക്, പേഴ്സ് എല്ലാം അതിനകത്താണ് ഇരിക്കണേ. വല്ല കുരങ്ങനൊക്കെ വല്ലാതെ വന്ന് എടുത്തിട്ട് പോയാൽ തീർന്നു ഗൈസ്. ഇനി ഇതുവഴി ഇറങ്ങണം ഗൈസ്. അവിടെ നിന്നിട്ട് ഈ ആകാശിനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഇതാ അവിടെ വെള്ളത്തിലൊക്കെ വീണ് ഇല്ലാതായി. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തൊക്കെ കണ്ടിട്ട് ഇപ്പോൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി 1 കിലോമീറ്റർ തിരിച്ച് നടന്നിട്ട് പോയിട്ട് വേണം നമുക്ക് തോർത്തൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് കുളിക്കാനായിട്ട്. തിരിച്ച് ഈ ആറ് നീന്തി കിടക്കണം. നേരത്തെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ കെണ്ട ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പോസ് ചെയ്ത് അവനെ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്കും ഗൈസ് അവിടെ മൊത്തം സ്ലിപ്പറിയാണ് ഗൈസ്. സ്ലിപ്പറി ചറി വന്ന് വീണ് ഫോണും വെള്ളത്തിൽ പോയി, ഞാനും വെള്ളത്തിൽ പോയി. ഇത് രണ്ടാമതൊന്നും കൂടെ നമ്മൾ അതുവഴി പോവുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ് ഗൈസ്. അഭിനേഷ് എനിക്കിവിടെ മീൻമുട്ടിയിലെ മീൻ കാണിച്ചെന്ന് കണ്ട. ഇവിടെ മീൻ കണ്ട ഈ 2 പാറയുടെ ഇടയിൽ മുട്ടി കിടക്കണത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മീൻമുട്ടി എന്ന് പേരിട്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ മീൻമുട്ടിയിൽ കുളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ മച്ചാൻ ഗോപ്രോ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടതില്ലേ? പിന്നെ കയറാൻ പറ്റത്തില്ല, 4 മണി വരെ ഉള്ളൂ. ക്ലോസ് ആക്കി ഇവിടെ. അവിടെ നമുക്കിനി വേണമെങ്കിൽ ബസ്സിൽ പോകാം. പക്ഷേ ബസ്സിൽ പോയാൽ മടുപ്പായിരിക്കും. ഈ ഈറത്തോടെ നമുക്കിനി ബസ്സിൽ പോയിട്ട് കാര്യമില്ല. ബസ്സിൽ പോകണോ? പറ, നിന്റെ ഇത് പറ. പോണം, ഇവന്മാർക്ക് 2 പോകണം, നമുക്ക് 2 പോകണ്ട. ഗൈസ്, ബസ് വന്നു, പൊന്മുടി ബസ്. ആശ എന്തോ പറയാണ്, ബസ്സിൽ പോകാമോ? ബസ്സിൽ പോകാമോ? എന്തായാലും ഇതുവരെ വന്നില്ലേ, ആ ബസ്സിൽ കയറി പോകാം. എടാ വാ, ഇറങ്ങുമ്പോ. ഗൈസ്, അങ്ങനെ നമ്മള് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട കണ്ടക്ടറാണ്. വൈബാണ്, വൈബ്. ഹായ് പറ. നിങ്ങളുടെ പേരെന്തോന്ന്? എൻ്റെ പേരെന്തോന്ന്? വിജയ്. എത്ര പഠിക്കണു? 4. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. പാവ ആകാശ് ബൈക്കില് 8 അടിച്ച് S അടിച്ച് വരാൻ വേണ്ടി വന്ന ആകാശിനെ ബസ് കയറ്റി കൊണ്ടുപോകണം അവസ്ഥ. ഗോപ്രോ എടുത്താ വണ്ടി ഇത് എടുത്തില്ലേ? വണ്ടിയിലാണോ ഇരിക്കണേ? പോടാ. ബാഗാ ചുമ്മാ
ഇവ എടുത്തടാ ഗോപ്രോ. ഗൈസ് ഗോപ്രോ എടുക്കാൻ മറന്ന് ഗൈസ് അവൻ വണ്ടിയിലിരിക്കുകയാണ്. എത്ര 25-30 രൂപ എന്തോ ഇല്ലേ നമുക്ക് ആ ഓഫീസറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടേ അതെടുത്ത് കയ്യിൽ വെച്ചിരിക്കാൻ പറഞ്ഞാല് അയാളുടെ അടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് പറയും ഞാൻ കണ്ടില്ലെന്ന് പറയും. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണായ 5 കറക്റ്റ് 5:30 കറക്റ്റ് 5:30 ഇനി അരമണിക്കൂർ ഇറങ്ങി ഓർഡർ ബാക്കിലോട്ട്. എത്ര മണി വരെയാണ് അവിടുത്തെ ലാസ്റ്റ് ബസ്? 6 മണി വരെ ഉള്ളൂ. എടാ 6 മണി വരെ ഉള്ളൂ എന്ന് ബസ്, ലാസ്റ്റ് ബസ്. അപ്പം നമ്മൾ ഈ ബസ്സിൽ പോയിട്ട് ഈ ബസ്സിൽ തന്നെ തിരിച്ചിങ്ങനെ പറഞ്ഞു അവിടെ ഇറങ്ങണ്ടേ? അപ്പോൾ പറയടാ കുട്ടാ, ഇങ്ങോട്ടത് പറ, എന്താ പറയണ നിനക്ക്? മീൻമുട്ടി ഇതിന്റെ താഴെ. ഏതാട്ടാ ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ കടമെടുക്കുകയാണ് ഇവര്. അവന്റെ ഗോപ്രോ നമ്മൾ ഇവിടെ നിന്ന് കണ്ടക്ടറിനെ വിട്ട് വിളിച്ച് പറയിപ്പിച്ച്. അപ്പോൾ അവരവിടെ നിന്ന് ഗോപ്രോ എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടേ. സന്തോഷമായോടാ ആവശ്യം. ഗൈസ് നമ്മൾ ഇന്നലെ ഗോപ്രോ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കണ്ടക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞ് നമ്മളത് അവർ കൺട്രോൾ റൂമിൽ മാറ്റി വെച്ചായിരുന്നു. നമുക്കത് ഗോപ്രോ തിരിച്ച് കിട്ടി. എന്തോ ഭാഗ്യത്തിന് തിരിച്ച് കിട്ടി. അല്ലെങ്കിൽ ആരെങ്കിലും അത് ഊരിയെടുത്തിട്ട് പോയിരുന്നെങ്കിൽ 10-50,000 ഗോപ്രോ ആയിരുന്നു അത് പോയേനെ. നമ്മളവിടെ പോയിട്ട് അത് ഗോപ്രോ കിട്ടി. പക്ഷേ നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. കാരണം നമ്മളെ ഫോണിലെല്ലാം ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ എനിക്കൊരു നെയ് റോസ്റ്റും അവനൊരു മസാല ദോശയാണ്. ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങി. അങ്ങനെ അവൻ പാക്ക് ചെയ്ത് തിരിക്കുകയാണ് ഗൈസ്. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം അവൻ നാട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ ഓക്കെ പോയിട്ട് സന്തോഷമേ ഉള്ളൂ, പോയിട്ട്. അങ്ങനെ അവൻ തിരിക്കുകയാണ് ഗൈസ്. അവൻ ഇനി കൊച്ചിയിൽ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.